കോട്ടയം നഴ്സിംഗ് കോളേജിൽ പീരുമേട് ഗ്ലെൻമേരി സ്വദേശി ലിബിൻ റാഗിങ്ങിനിരയായ സംഭവം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കൊപ്പം നേതാക്കൾ വിദ്യാർത്ഥിയുടെ ഭവനം സന്ദർശിച്ചു. സംഭവത്തിൽ കേരള ഗവർണറെ നേരിൽ കണ്ട നിയമപരമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും നേതാക്കൾ കുടുംബത്തിന് ഉറപ്പു നൽകി. സ്ഥലം എം.എൽ.എ. ഇതുവരെ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നും നേതാക്കൾ ആരോപിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു കോട്ടയം നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥിയായ പീരുമേട് സ്വദേശി ലിബിൻ അടക്കമുള്ള 4 വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് വിധേയരായത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തിൽ റാഗിങ്ങിനിരയായ പീരുമേട് ഗ്ലെൻമേരി സ്വദേശി ലിബിന്റെ ഭവനത്തിലാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിനൊപ്പം ജില്ലാ താലൂക്ക് നേതാക്കൾ സന്ദർശനം നടത്തിയത്. സംഭവത്തെക്കുറിച്ച് ലിബിന്റെ പിതാവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ അവർ ഈ മെഡിക്കൽ ഇതുപോലും എടുത്തിട്ടില്ലായിരുന്നു, പിന്നെ കൗൺസിലിംഗ് എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇന്നലെ 15-ആം തോന്നുന്നു 15-ആം തീയതി രാവിലെ വിളിക്കുകയും അത് കഴിഞ്ഞാൽ ഈ കോളേജ് അധികരും ഈ പോലീസ് വരും ഈ കൗൺസിലിംഗ് ഇനി പിന്നെ മെഡിക്കൽ എടുക്കാൻ ഇത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് ഒന്നും ആയില്ലേ, ഞാൻ ആകെ പിന്നെ കേസിലോട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഇത് ചെയ്യുന്നു. ഇന്ന് ഞാൻ കോളേജിൽ ചെന്നായിരുന്നു. അപ്പം ചെറുക്കനെ കണ്ടു, മുറിവെല്ലാം അതിന് ശരിയായി. പിന്നെ ചെറുക്കൻ കുറച്ച് ഇനി വരണേല സമയം എടുക്കും. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ വിദ്യാർത്ഥികളെ പഠനത്തിന് അയക്കുവാൻ മാതാപിതാക്കൾ ഭയക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നും സ്ഥലം എം.എൽ.എ. ഈ വിഷയത്തിൽ യാതൊരുവിധ ശ്രദ്ധയും ചെലുത്തിയിട്ടില്ല എന്നും ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ മക്കളെ പഠിപ്പിക്കാൻ അയക്കാൻ രക്ഷിതാക്കൾ ഭയക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു തിരിച്ചടിക്ക് ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ട് കേരളത്തിൽ നടക്കുന്ന റാഗിങ് കാരണമാവുകയാണ്. വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ്, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന രീതിയിലാണ് ശ്രീ ലിബിനെ റാഗിങ്ങിന് വിധേയമാക്കിയിട്ടുള്ളത്. വളരെ നിസ്സാരമായിട്ടാണ് ജനപ്രതിനിധികൾ കാണുന്നത്. സ്ഥലം എം.എൽ.എ. കുടുംബത്തെ സന്ദർശിക്കാനോ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഓടിയെത്തി ഈ ബാധിക്കപ്പെട്ട കുടുംബത്തെയും ബാധിക്കപ്പെട്ട ആളുകളെയും അവർക്ക് വേണ്ട സഹായങ്ങളും നിയമസഹായങ്ങളും മറ്റു വിധത്തിലുള്ള സംരക്ഷണവും എല്ലാം നൽകേണ്ട സ്ഥലം ജനപ്രതിനിധി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ആയിട്ട് ഇത് മാറിയപ്പോഴും സ്ഥലം എം.എൽ.എ. പ്രദേശത്തേക്ക് വരാത്തതും ഈ കുടുംബത്തെ സന്ദർശിക്കാത്തതും ഇതിന് പിന്നിൽ ഭരണപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരാണ് ഇതിൻ്റെ പ്രതികളാക്കപ്പെട്ടതെന്നുള്ളതുകൊണ്ടാണെന്ന് ഞങ്ങൾ ആരോപിക്കുക. സംഭവത്തിൽ സംസ്ഥാന ഗവർണറെ നേരിൽ കണ്ട് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ കുടുംബത്തിനാവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ചെയ്തു നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കൊപ്പം ബി.ജെ.പി. ജില്ലാ സൗത്ത് പ്രസിഡന്റ് വി.സി. വർഗീസ്, ജനറൽ സെക്രട്ടറി രതീഷ് വരുകുമല, ജില്ലാ വൈസ് പ്രസിഡന്റ് സി. സന്തോഷ് കുമാർ, പീരുമേട് മണ്ഡലം പ്രസിഡന്റ് സനീഷ് കോമ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി കെ.ടി. അരുൺ, നേതാക്കളായ കെ.ആർ. സുനിൽകുമാർ, അജയൻ കെ. തങ്കപ്പൻ, സ്റ്റാലിൻ, സിബിച്ചൻ, ജോസഫ് തുടങ്ങിയവർ ഭവന സന്ദർശനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.